ഹലോ ഫ്രണ്ട്സ്, ഫാറൂഖ് കബീർ സംവിധാനം ചെയ്ത് 2025 റിലീസായ ഹിന്ദി വെബ് സീരീസാണ് സലാക്കാർ. ഇതൊരു സ്പൈ ത്രില്ലർ വെബ് സീരീസാണ്. പാകിസ്ഥാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയാനുള്ള ഒരു രഹസ്യ ഇന്ത്യൻ ദൗത്യമാണ് ഈ വെബ് സീരീസിൻ്റെ കാതൽ. ഈ വെബ് സീരീസിൽ ചാരപ്രവൃത്തി 2 ടൈം ലൈനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 1978 ടൈം ലൈൻ പ്രകാരം പാകിസ്ഥാനിൽ ഒരു കൾച്ചറൽ അറ്റാഷയുടെ വേഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവ ഇന്ത്യൻ ചാരനാണ് അദിർ ദയാൽ. അന്നത്തെ പാക് സൈനിക സ്വേച്ഛാധിപതി ദിയ ഉൽ ഹക്കിൻ്റെ ആണവ മോഹങ്ങളെ തടയുക എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ദൗത്യം. ജനറൽ സിയയുടെ പേരക്കുട്ടി അഷ്ഹാക്കിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വ്യാജ സംഭവം ആസൂത്രണം ചെയ്ത് അതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അദിർ സമർത്ഥമായി ആ കുടുംബത്തിൻ്റെ വിശ്വാസം നേടുന്നു. ഈ വിശ്വാസം മുതലെടുത്ത് സേയുമായും അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളുമായും കൂടുതലെടുത്ത് ഒടുവിൽ ഒരു ആണവ ശാസ്ത്രജ്ഞനിൽ നിന്ന് വിവരങ്ങൾ മോഷ്ടിച്ച് പാകിസ്ഥാൻ്റെ കഹുട്ടയിലെ ആണവ സ്ഥലം കണ്ടെത്തുന്നു. 2025 ടൈം ലൈൻ പ്രകാരം ഒരു ട്യൂഷൻ ടീച്ചർ എന്ന നിലയിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ റോ ഏജൻ്റാണ് മറിയം അഥവാ സൃഷ്ടി. 1978 ടൈം ലൈനിലെ ജനറൽ സിയയുടെ പേരക്കുട്ടിയും ഇന്ത്യൻ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയുമായ കേണൽ അഷ്ഹഖ് ഉള്ളയുടെ ജീവിതത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നു. അണുബോംബ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേണൽ അഷ്ഹഖ് ഉള്ളയുടെ പദ്ധതി മനസ്സിലാക്കാനും അതിനു പിന്നിലെ സാമ്പത്തിക ശൃംഖല കണ്ടെത്താനുമാണ് മറിയം ലക്ഷ്യമിടുന്നത്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അദിർ ദയാൽ, അതായത് നവീൻ കസ്തൂരിയുടെ കഥാപാത്രത്തിൻ്റെ പ്രായമായ രൂപം, മറിയത്തിൻ്റെ ദൗത്യത്തിൽ അവളെ നയിക്കുകയും ഇരു സമയരേഖകളിലെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാവുകയും ചെയ്യുന്നു. ആണവായുധ ഭീഷണിയും ഇന്ത്യ പാകിസ്ഥാൻ വൈര്യവും തലമുറകളിലൂടെ എങ്ങനെയാണ് പരിണമിച്ചതും എന്നാൽ നിലനിൽക്കുന്നതുമെന്ന് ഈ സീരീസ് 2 സമയരേഖകളിലൂടെ കാണിക്കുന്നു. തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ സംരക്ഷിക്കാനും ഇരു കാലഘട്ടങ്ങളിലെ ചാരന്മാരും അപകടകരമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കൂറും രാജ്യസ്നേഹവും ത്യാഗവും പോലുള്ള വിഷയങ്ങൾ ഈ വെബ് സീരീസ് ചർച്ച ചെയ്യുന്നു. ഇതുപോലുള്ള വെബ് സീരീസ് ആൻഡ് മൂവി റിവ്യൂസ് അറിയാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്.